ശരത് ഇപ്പോൾ ഉപയോഗിച്ച വാക്ക് തന്നെയാണ്, പ്രഹരമാണ്, എല്ലാ അർത്ഥത്തിലും പ്രഹരമാണ്. ഇപ്പോൾ കളിക്കളത്തിൽ എതിർ ടീം വളരെ ഫ്രീ ആയിട്ട് ശക്തമായൊരു ഇന്നിങ്സ് ഈ വരുന്ന കെജ്രിവാളിന് കൊടുത്ത പോലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ടീം നൽകിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പോൾ നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ വിവാദങ്ങൾ ഇങ്ങനെ കത്തി അമർന്നുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു സന്നാഹമായിരുന്നു ഇഡിയുടെ 8 പേരടങ്ങുന്ന ഒരു വലിയ സംഘം എല്ലാ സുരക്ഷാ സന്നാഹങ്ങളുമായി ആ വീട് വളയുന്ന ഒരു കാഴ്ചയായിരുന്നു കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ അതിനു വേണ്ടുന്ന എന്ത് സാഹചര്യമാണ് രാജ്യത്ത് ഉണ്ടായത് എന്ന് രാജ്യത്തിനകത്തുള്ളവർ മാത്രമല്ല ചോദിച്ചത്, അങ്ങ് പുറത്തുനിന്നും ചോദ്യം വന്നു. അമേരിക്ക, ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങൾ കെജ്രിവാളിൻ്റെ അറസ്റ്റിനെ അപലപിച്ചു. അത്തരത്തിലുള്ള എതിർ സ്വരങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നുണ്ടായപ്പോൾ അവരുടെ വിദേശകാര്യ വക്താക്കളെയും ഉദ്യോഗസ്ഥരെയും വിളിച്ചു വരുത്തി ഇന്ത്യ ശക്തമായ പ്രതിഷേധം വരെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഈ അരവിന്ദ് കെജ്രിവാൾ എന്ന മനുഷ്യന്റെ പേരിൽ, ഒരു സാധാരണ മനുഷ്യനെ ഈ വിധം വേട്ടയാടിയ ഈ ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ ഇത്രത്തോളം ഭയക്കുന്നുണ്ട് എന്ന് നേരെ ഇ ഡി ഉപയോഗിച്ച് പറഞ്ഞ ഒരു സാഹചര്യമായിട്ടാണ് എനിക്കിതിനെ വിലയിരുത്താൻ തോന്നുന്നത്. മറ്റൊന്ന് ഇ ഡി എന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പോൾ ഈ ഇ ഡി എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കോടതിയിൽ ഇപ്പോൾ ഇ ഡി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് അരവിന്ദ് കെജ്രിവാൾ എത്തുകയാണെങ്കിൽ, ഇപ്പോൾ ഇടക്കാല ജാമ്യം ലഭിച്ച് എത്തുകയാണെങ്കിൽ പ്രചാരണ രംഗത്ത് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്യണം. എന്തൊക്കെ പറയാൻ പാടില്ല എന്നതിൽ കൃത്യമായ ഒരു തരംതിരിവ് വേണം, ഒരു കാറ്റഗറൈസേഷൻ വേണം എന്നത് ഇ ഡിക്കാണോ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം? അപ്പോൾ ഇ ഡി എന്താണ് ഇവിടെ അന്വേഷണ ഏജൻസി ആയിട്ട് ടൂൾ അല്ല, അതിനപ്പുറത്തേക്ക് ഇ ഡിക്ക് എന്തോ ഒരു വ്യക്തിപരമായ ഒരു വിരോധം തീർക്കൽ പോലെ. ഇ ഡി ഇപ്പോൾ സ്വതവേ ഒരു വ്യക്തിവിരോധം ഓരോ വ്യക്തികളോടും ഉള്ള നിലയ്ക്കുള്ള ഒരു ഏജൻസിയെ, കൃത്യമായ ഏജൻസി അല്ല, ഇപ്പോൾ വ്യക്തിവിരോധം സൂക്ഷിക്കുന്ന ഒരു രീതിക്കാണ്. ഇ ഡിക്ക് വിരോധമുണ്ട്, അങ്ങനെയാണ്. ഇല്ല.